ഹായ് എവ്രി വൺ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ICL ജേർണീനെ കുറിച്ചിട്ടാണ്. അതായത് കണ്ണട ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന സർജറിയാണ് ICL സർജറി എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയർ അതായത് 2024 ഡിസംബർ 11-നാണ് ഞാൻ കണ്ണിന് ICL ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എവിടുന്നാണ് ICL ചെയ്തത്, എത്രയാണ് എനിക്ക് കോസ്റ്റ് വന്നത്, എൻ്റെ ഓവറോൾ ICL എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, അന്ന് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് എൻ്റെ കണ്ണിന് എങ്ങനെയുണ്ട് കാഴ്ച എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഓൾ ടുഗെദർ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. അപ്പൊ ഞാൻ ഡിസംബറിൽ ചെയ്തു. ജൂൺ വരെ വെയിറ്റ് ചെയ്തു. ഒരു 6 മന്ത്സ് ഞാൻ എൻ്റെ തന്നെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഉടനെ തന്നെ ചാടിക്കയറി ഒരു വീഡിയോ ചെയ്യണ്ട എന്നുള്ളത് തീരുമാനിച്ചിട്ടാണ് അത് ചെയ്യാതിരുന്നത്. ഇതിന്റെ പ്രോസും കോൺസും എല്ലാം നമുക്ക് അറിയണമല്ലോ. എങ്കിലല്ലേ നിങ്ങൾക്കും അതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആവുള്ളൂ. അപ്പൊ എൻ്റെ ഒരു കാഴ്ചയുടെ ഒരു ജേണി പറയുകയാണെന്നുണ്ടെങ്കിൽ 2002 അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുമ്പോഴാണ് എനിക്ക് ബോർഡിൽ എഴുതുന്നതൊന്നും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ടീച്ചറിന്റെ ഫേസ് കറക്റ്റ് ആയിട്ട് കാണുന്നില്ല എന്നൊക്കെ ഞാൻ വീട്ടിൽ വന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഒരു എൽഡർ സിസ്റ്റർ ഉണ്ട്. എൽഡർ സിസ്റ്ററിന് കാഴ്ചക്കുറവുണ്ട്. ഇതേപോലെ ബോർഡിൽ എഴുതുന്നത് വായിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അവൾ ഓൾറെഡി കണ്ണട വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കണ്ണട വെക്കാനുള്ള താല്പര്യം ഞാൻ അതിനു മുമ്പും വീട്ടിൽ പ്രകടിപ്പിച്ചിരുന്നത് കൊണ്ട് ഞാൻ കണ്ണട വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഇത് എന്നുള്ളതാണ് വീട്ടിൽ ആദ്യമായിട്ട് അവർ ധരിച്ചത്. പക്ഷേ പിന്നീട് ഞാനിത് സ്ഥിരമായിട്ട് പറഞ്ഞിരുന്നത് കൊണ്ട് എൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് കാഴ്ചക്കുറവുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ അതായത് 2002 മുതൽ 2024 ഈ ഒരു സർജറി ചെയ്യുന്നത് വരെ സ്ഥിരമായിട്ട് അതായത് ഡെയിലി എന്ന് പറഞ്ഞ വണ്ണം കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അല്ലാതെ കണ്ണട ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാരെയും പോലെ തന്നെ ഓരോ വർഷം കൂടുമ്പോഴും നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു, അടുത്ത പവർ കൂട്ടുന്നു. അങ്ങനെ എല്ലാ ഇയറും പവർ കൂടി കൂടി വന്നു. അപ്പോൾ ഒരു 16-18 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ആം, എനിക്കിങ്ങനെ മൈൻഡിൽ അതായത് ഈ കണ്ണട ഒന്ന് ഒഴിവാക്കിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം വന്നു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ലേസിക് സർജറിനെ പറ്റിയിട്ട് അറിയുന്നത്. അപ്പോൾ കണ്ണട ഒഴിവാക്കാനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന സർജറി എന്ന് പറയുന്നത് ലേസിക് ആണല്ലോ. അപ്പൊ അങ്ങനെ സ്കൂൾ കഴിഞ്ഞു, കോളേജ് ആവുന്ന സമയത്ത് കോളേജിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ലേസിക്കിന്റെ ഒന്നും ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വെച്ചിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസ് ആയിരുന്നു. അതായത് നമ്മുടെ സാധാരണ കോണ്ടാക്ട് ലെൻസ് നമ്മുടെ പവറിലുള്ളത്. കോണ്ടാക്ട് ലെൻസ് നമ്മൾ ഇയർലി ഡിസ്പോസിബിൾ ആയിട്ടുള്ള കോണ്ടാക്ട് ലെൻസ് ആണ് ഇവന്റ്സിനും സെലിബ്രേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അതിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് നമുക്കത് വെച്ചിട്ട് കിടന്നുറങ്ങുന്നത് അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതുപോലെ തന്നെ ഇതിങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഹൈജീനിക്കലി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. പിന്നെ ഇത് ചില നേരങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് ലെൻസ് നമ്മൾ വെക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, നല്ലപോലെ സ്ട്രെയിൻ എടുക്കുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ആ ഒരു സമയത്ത് നമുക്ക് കോണ്ടാക്ട് ലെൻസ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 2020 ആയ സമയത്ത് ഞാൻ ഈ ലേസിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കണ്ടു. എന്നിട്ട് ചെക്കപ്പ് ചെയ്തു. അപ്പൊ ചെക്കപ്പ് ചെയ്ത സമയത്താണ് മനസ്സിലാവുന്നത് എൻ്റെ കോർണിയക്ക് തിക്നെസ് കുറവാണ്. അപ്പൊ കോർണിയ തിക്നെസ് എന്ന് പറയുന്നത് എനിക്ക് 475 എന്തോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലേസിക് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഒന്നുമില്ല. ലേസിക് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഇത്രയെങ്കിലും തിക്നെസ് വേണം കോർണിയയ്ക്ക് എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടെസ്റ്റുകളിലും എല്ലാതും നോർമൽ ആയിരിക്കണം. അപ്പൊ എനിക്ക് കോർണിയ തിക്നെസ് തന്നെ പറ്റ ലോ ആയതുകൊണ്ട് ആം, പിന്നീടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കത് കിട്ടിയിട്ടും കാര്യമില്ല, അത് പാസ്സായിട്ടും കാര്യമില്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു ഷോക്കിംഗ് സംഗതിയായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലേസിക് എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് പോയത്. ഒരു 30,000 to 50,000 ഒക്കെ ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ. എന്താ പറയാ ലേസിക്കിന് വേണ്ടിയിട്ടുള്ള ചാർജസ് എന്ന് പറയുന്നത്. ലേസിക്കിന്റെ ഒരു ബേസിക് കോസ്റ്റ് അതൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ എക്സ്പെക്ടേഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ലേസിക്ക് ചെയ്യാൻ പറ്റില്ല, PRK ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതൊന്നും എനിക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോർണിയ തിക്നെസ് ഭയങ്കര ലോ ആണ്. അപ്പോൾ ആകെ കൂടെ പറഞ്ഞിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ICL ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ ഒരു കണ്ണ് ഡോക്ടറെ ഞാൻ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ മറ്റൊരു
ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറെ ഞാൻ അപ്രോച്ച് ചെയ്ത സമയത്ത് തന്നെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, "ഉം, എന്നാ നീ ഇങ്ങനെ എല്ലാ കൊല്ലവും ഇതിങ്ങനെ പവർ കൂടി കൂടി വരില്ലേ, അപ്പോൾ ഇതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഗ്ലാസ് മാറ്റാൻ നടക്കുന്നതിനേക്കാളും നല്ലത് യു ബെറ്റർ ഫിനിഷ് ഇറ്റ് ഓഫ് വിത്ത് ലേസിക് എന്നുള്ളത് പറഞ്ഞു. പക്ഷേ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കൊർണിയക്ക് തിക്നെസ് ഉണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം എൻ്റെ എൽഡർ സിസ്റ്റർ ലേസിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെക്കപ്പ് ചെയ്ത സമയത്ത് കൊർണിയക്ക് തിക്നെസ് കുറവാണെന്നുള്ളതാണ് ആ ഡോക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെയുള്ള മെഷീനിൽ എനിക്ക് കൊർണിയ തിക്നെസ് അവർ പരിശോധിച്ച് തന്നു. അപ്പോൾ അവർ പറഞ്ഞു കൊർണിയ തിക്നെസ് ഒക്കെ ഓക്കെയാണ്, ലേസിക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസിലാണ് ഞാൻ ഈ ഫസ്റ്റ് ടൈം ഈ ഡോക്ടറെ ഈ ഒരു ചെക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എനിക്ക് സംശയമായി. കാരണം ഇതിൽ ആര് പറഞ്ഞതാണ് ശരി എന്നുള്ളൊരു കാര്യം വന്നു. അങ്ങനെ അവിടുന്നും 1, 1.5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നിട്ട് അവിടെ പരിശോധിച്ചു. അപ്പോൾ അവിടുന്നും പറഞ്ഞത് കൊർണിയക്ക് തിക്നെസ് കുറവാണ്, ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതോടുകൂടെ ആ കാര്യത്തിൽ കൺഫർമേഷൻ കിട്ടി. ചെയ്യാൻ പറ്റില്ല, ലേസിക്ക് ചെയ്യാൻ പറ്റില്ല. അവരും ICL തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ICLന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. ICLന്റെ ഏറ്റവും വലിയ കോണ് വന്നത് നല്ല റേറ്റ് ആണ് എന്നുള്ളതാണ്. അതായത് രണ്ട് കണ്ണിനും കൂടെ ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിലാവും എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പം എല്ലാ ഹോസ്പിറ്റൽസും ഈ ഒരു റേഞ്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. മാത്രമല്ല ലേസിക്ക് ചെയ്യുന്നത് പോലെയല്ല, ഇത് ഒരു ലെൻസ് നമ്മുടെ കണ്ണിനകത്ത് വെക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കോൺസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. നമുക്ക് ഇൻ കേസ് വെള്ളെഴുത്തിന്റെ ഒക്കെ സമയം വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഗ്ലാസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. അതുപോലെ നമുക്ക് ഭാവിയിൽ തിമിരം ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും ഈ ലെൻസ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് തിമിരത്തിന്റെ ലെൻസ് വെക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവര് ഡോക്ടർ തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഇതെല്ലാം കൂടെ കേട്ടപ്പോ എങ്കിൽ പിന്നെ ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ അവിടുന്നും 1, 1.5 വർഷത്തിന് ശേഷം ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തു ICL ചെയ്യാം എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എൻ്റെ കണ്ണടയുടെ പവർ കൂടി കൂടി വരിക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ തിക്നെസ്, ഗ്ലാസിന്റെ തിക്നെസ് വളരെയധികം കൂടുകയാണ്. അപ്പൊ ഗ്ലാസിന്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രെയിമിന്റെ സെലക്ഷൻസ് കുറയും. അത് സ്ഥിരമായിട്ട് കണ്ണട വെക്കുന്നവർക്ക് അറിയാം. ഇത് കുറയും എന്നുള്ളതല്ലായിരുന്നു എൻ്റെ പ്രശ്നം. കുറയുന്നതിനേക്കാളും, അതായത് നമുക്ക് ഈ സോഡ ഗ്ലാസ് എന്ന് പറയുമല്ലോ, അത്രയും തിക്നെസ് ഈ ഒരു ലെൻസിന് വരുന്നത് കൊണ്ട് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ICL ചെയ്യാം, ഇനി എന്ത് വന്നാലും വേണ്ടിയില്ല, ICL ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തു. പിന്നെ ആ ഒരു ഡിസിഷൻ ഞാൻ എടുത്തപ്പോൾ പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഗൂഗിൾ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്, ചെയ്തവരുടെ എക്സ്പീരിയൻസ് അറിയാനോ ഒന്നും ഞാൻ പോയില്ല. ഞാൻ ജസ്റ്റ് ഡിസൈഡ് ചെയ്തു, ഓക്കെ, ഇത് സേഫ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി ആണ് എന്നുള്ളത് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ട് അതങ്ങ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ -6.25ഉം -6.75ഉം ആണ് എൻ്റെ കണ്ണിന്റെ സ്പെറിക്കൽ പവർ വരുന്നത്. അതുപോലെ സിലിണ്ടറിക്കൽ പവർ -0.75ഉം -1ഉം ആയിരുന്നു. അപ്പൊ ഈ ഒരു പവർ നമ്മൾ എത്ര അടിച്ചമർത്തി ലെൻസ് തിക്നെസ് കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇത്രയുന്നുണ്ട് പരിധി. പിന്നെ സിലിണ്ടറിക്കൽ പവറും കൂടെ ഉള്ളതുകൊണ്ട് ലെൻസിനും കോസ്റ്റ് കൂടുതലായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ബെറ്റർ നമ്മൾ സർജറി ചെയ്യുകയാണെന്നുള്ളത്. കാരണം ഒരു വർഷം തന്നെ ലെൻസിനും അതുപോലെ ഫ്രെയിംസിനും എല്ലാത്തിനുമായിട്ട് ചാർജ് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ കണ്ണട ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നം കൂടെ ആണല്ലോ. അപ്പോൾ അത് എല്ലാം കൂടിയാണ് നമ്മൾ ICL ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരുള്ള ദൃശ്യം ഹോസ്പിറ്റലിൽ നിന്നാണ്. വിജി ഡോക്ടറായിരുന്നു എൻ്റെ കണ്ണിൻ്റെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് ടെസ്റ്റുകൾ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതും അവർ അവിടുന്ന് ചെയ്തു. പിന്നെ അവിടുന്ന് അവർ ഡോക്ടർ റാണി മാനോൻസിൻ്റെ ഐ ക്ലിനിക്കിലേക്കും വിട്ടിട്ടുണ്ടായിരുന്നു ചില ചെക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ കണ്ണിൻ്റെ ഒരു ചെക്കപ്പ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെക്കപ്പ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സർജറിക്ക് മുന്നോടിയായിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കി വിലയിരുത്തി നമുക്ക് ഫൈനലി ഡോക്ടർ ചെയ്യാം, ഇന്നതാണ് നമ്മുടെ സർജറിയുടെ ഡേറ്റ് വരുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയും.
അപ്പൊ നമ്മള് പറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള പവറിനോട് കൂടിയിട്ടുള്ള ICL, അതായത് ഈ ലെൻസ് മുംബൈയിൽ നിന്ന് വരേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് അവർ 2 ആഴ്ച സമയം എടുക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 ആഴ്ച വെയിറ്റ് ചെയ്തു. അതിന് ശേഷമായിരുന്നു സർജറി വരുന്നത്. അപ്പോൾ എൻ്റെ കണ്ണിന്റെ പവർ നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് ഒരു കണ്ണിന്, അതായത് ഇടത്തെ കണ്ണിന് ടോറിക് ICL ആണ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത്, സിലിണ്ടറിക്കൽ പവർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വലത്തെ കണ്ണിനാണ് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിന് ടോറിക് ICL അല്ല, സാധാരണ ICL ചെയ്താൽ മതി ഉണ്ടായിരുന്നു. അപ്പോൾ റിലേറ്റീവ്ലി ഈസി ഈ കണ്ണിൽ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയായിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സർജറിക്ക് മുമ്പായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് എന്തോ ആയിരുന്നു. ആം, ഒരു ആ ഒരു ഡേ മാത്രം ഉപയോഗിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏതോ ഒരു ടാബ്ലറ്റും കൂടെ കഴിക്കാനായിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ സർജറിയുടെ അന്ന് നമുക്ക് തല കുളിച്ച് പോവാം. അതിനുശേഷം, കാരണം സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്ക് ഒക്കെ തല കുളിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യത്തെ കണ്ണ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ കണ്ണും ചെയ്ത് ആ രണ്ടാമത്തെ കണ്ണിന്റെ 1 വീക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളൂ നമുക്ക് തല കുളിക്കാനായിട്ട് പറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് അവർ റെക്കമെൻഡ് ചെയ്യില്ല. ഇനി സർജറി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം. അപ്പോൾ ICL എന്ന് പറയുന്നത് ഇംപ്ലാന്റബിൾ കൊളാമർ ലെൻസ് എന്നുള്ളതിന്റെ ഷോർട്ടാണ്. അപ്പോൾ ഇതൊരു വിഷൻ കറക്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. നിങ്ങളുടെ കാഴ്ചയിലുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണിത്. അപ്പോൾ ബേസിക്കലി ലേസിക്കിനും അതുപോലെ PRKക്കും ഒന്നും എലിജിബിൾ അല്ലാത്ത കാൻഡിഡേറ്റ്സിനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ICL എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് നമ്മുടെ കണ്ണിനകത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഐറിസിന് ബാക്കിലായിട്ടും അതുപോലെ നമ്മുടെ നാച്ചുറൽ ലെൻസിന് ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ലെൻസ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ലേസിക്കിന് വിപരീതമായിട്ട് ഇത് നമ്മുടെ കൊർണിയന്റെ ഷേപ്പ് ഒന്നും മാറ്റുന്നില്ല. നമ്മുടെ കണ്ണിന്റെ ഒരു സ്ട്രക്ചറും ചേഞ്ച് ചെയ്യാതെ തന്നെയാണ്, ഒരു പാർട്ട് റിമൂവ് ചെയ്യാതെ തന്നെയാണ് ICL ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ കണ്ണിനകത്ത് ഒരു ലെൻസ്, കോണ്ടാക്ട് ലെൻസ് ഇൻസേർട്ട് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ സാധാരണ കോണ്ടാക്ട് ലെൻസ് ആണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു, പക്ഷെ ഇതിന് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് സാധാരണ ആർക്കൊക്കെ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ഐഡിയയിൽ പറയാണ്. അതായത് നല്ല ഹൈ പവർ ഉള്ളവർക്ക്, അതായത് ഇപ്പൊ എന്നെ പോലെ -6ന് മുകളിലൊക്കെ പവർ ഉള്ള ആളുകൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൊർണിയക്ക് തിക്നെസ് കുറവാണ്, ലേസിക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഒരു 21 മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ള വിഷൻ കറക്ഷൻ ആണ് വേണ്ടത്. അതായത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ, ഈ ലെൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാച്ചുറൽ പവർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള റിവേഴ്സിബിൾ വിഷൻ കറക്ഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മാത്രമല്ല, കണ്ണിന് ഡ്രൈ ആയി ഇഷ്യൂസ്, അതായത് കണ്ണ് ഭയങ്കര ഡ്രൈ ആയി പോകുന്ന ഇഷ്യൂസ് ഉണ്ട് പേഷ്യൻസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ICL ആണ് ബെറ്റർ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സർജറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രീ സർജറി ടെസ്റ്റുകൾ ഉണ്ടാവും. നമ്മളുടെ കണ്ണിന്റെ സൈസ്, അതുപോലെ കണ്ണിന്റെ പവർ, നമുക്ക് എത്രത്തോളം സൂട്ടബിൾ ആണ് ICL ചെയ്യാനായിട്ട് എന്നുള്ളതിന്റെ ഒക്കെ ടെസ്റ്റുകൾ ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് കസ്റ്റം ആയിട്ട് ലെൻസ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഒരു ഏകദേശം ഒരു 15 to 30 മിനിറ്റ്സ് ഒക്കെയാണ് ഒരു കണ്ണിന് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലോക്കൽ അനസ്തേഷ്യയിലാണ് ചെയ്യുക. നിങ്ങൾ പൂർണ്ണമായിട്ടും എവേക്ക് തന്നെ ആയിരിക്കും, അതായത് ബോധത്തോടു കൂടെ തന്നെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക. പക്ഷെ കണ്ണിൽ അവർ ഡ്രോപ്സ് ഒക്കെ ഇട്ടിരിക്കുന്നതാണ്, അനസ്തേഷ്യ ഡ്രോപ്സ്. ഡോക്ടർ നിങ്ങളുടെ കണ്ണിൽ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അതിനകത്ത് ഈ ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിന് സ്റ്റിച്ചസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഡ്രോപ്സ് തന്നെ ആയിരിക്കും പിന്നീട് അവർ തരിക. അത് വെച്ചിട്ട് നമ്മുടെ കണ്ണ് റീകവർ ആവുകയാണ് ചെയ്യുക. അപ്പോൾ സർജറി ചെയ്യുന്ന സമയത്ത് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെയിൻ എന്നുള്ളതിന് പുറമേ ആയിട്ട് നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാലുള്ള ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഈ ഡോക്ടർ നമ്മുടെ കണ്ണിന് ഓരോ ടൂൾസ് ഇടുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കണ്ണിൽ ഈ ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒരു 5-10 മിനിറ്റിന്റെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ ക്ഷമാപൂർവം നമ്മൾ ആ ഒരു ഫേസ് കടന്നു പോവുകയാണ് ചെയ്തത്. ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിന് അങ്ങനത്തെ രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ഡിസ്കംഫേർട്ട് എന്ന് പറയാം. ഡിസ്കംഫേർട്ട് ആണ് നമുക്ക് ഫീൽ ചെയ്യുക.
അതും എനിക്ക് ആദ്യത്തെ കണ്ണായിരുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്. രണ്ടാമത്തെ കണ്ണ് ടോറിക് ഐസിഎല്ലും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്ത പോലെ തോന്നിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അതായത് ആ കണ്ണിന്റെ റിക്കവറിയും കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ആദ്യത്തെ കണ്ണ് സർജറി ചെയ്തതിന് ശേഷം നമുക്ക് ഈവനിംഗ് ഒക്കെ ആവുമ്പോൾ അതായത് ഒരു 10 മണി 11 മണിക്കൊക്കെ ആയിരുന്നു സർജറി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈവനിംഗ് ഒരു 7, 8 ഒക്കെ ആവുന്ന സമയത്ത് 7 o'clock ആയിരുന്നെന്ന് തോന്നുന്നു. ആ സമയമാകുമ്പോൾ നമുക്ക് കണ്ണിലെ കെട്ട് അഴിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കണ്ണ് ഏത് കണ്ണാണോ അവര് സർജറി ചെയ്തതെന്ന് വെച്ചാൽ ആ കണ്ണ് ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കെട്ട് നമുക്ക് പിന്നീട് അന്ന് തന്നെ വൈകുന്നേരം 7 മണിയൊക്കെ ആവുന്ന സമയത്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു ജീവിതത്തിലെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഫുൾ വിഷനിൽ നമുക്ക് ലോകം കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സാധിക്കും എന്ന് വിചാരിച്ചൊരു കാര്യമില്ല. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യത്തെ കണ്ണ് ചെയ്ത സമയത്ത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്ക് പിന്നീട് ഫീൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് അത്യാവശ്യം ഡ്രോപ്സുകൾ ഉണ്ടായിരുന്നു. ഒരു 5 6 സെറ്റ് ഡ്രോപ്സുകൾ ഉണ്ടായിരുന്നു. അത് ഓരോരോ സമയം ഇടവിട്ടിട്ട് 4 മണിക്കൂർ ഇടവിട്ടിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇറ്റിക്കാനായിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണ് പ്രോപ്പറായിട്ട് റീകവർ ആവുള്ളൂ. ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് കണ്ണില് വെള്ളം തട്ടാതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പൊ ഇത്രയും ദിവസമൊക്കെ ഫേസ് വാഷ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു വൈപ്പ് ചെയ്താൽ മതി ഈ ഒരു ദിവസങ്ങളിലൊക്കെ. എന്റെ രണ്ടാമത്തെ കണ്ണിന്റെ സർജറി എന്ന് പറയുന്നത് 13-ാം തീയതി ആയിരുന്നു, ഡിസംബർ 13-ന്. അതായത് ആദ്യത്തെ കണ്ണ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമായിരുന്നു. 11, 12 കഴിഞ്ഞ് 13-ാം തീയതി ആയിരുന്നു എനിക്ക് രണ്ടാമത്തെ കണ്ണിന്റെ സർജറി ഉണ്ടായിരുന്നത്. ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അന്ന് ഞാൻ 7 മണിക്ക് കണ്ണിന്റെ ഈ കെട്ടഴിക്കുന്ന സമയത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ബേസിക്കലി അന്ന് ആ സർജറി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയത് തന്നെ പുറത്തിറങ്ങി കുറച്ച് താഴേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ പറയായിരുന്നു എൻ്റെ കണ്ണില് പീലി കുടുങ്ങി കണ്ണിന്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നു, എനിക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും മുകളിൽ കയറി പോയിട്ട് ആ കെട്ടഴിപ്പിച്ച് വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല, എനിക്ക് കണ്ണിന് എന്തോ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ. പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ 7 മണിക്ക് വൈകിട്ട് 7 മണിക്ക് നമ്മുടെ കണ്ണിന്റെ കെട്ട് അഴിക്കുന്ന സമയത്തും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ മുമ്പത്തെ കണ്ണ് ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ തന്നെയുള്ള റിസൾട്ട് ആയിരുന്നു. പക്ഷെ ഇത് ടോറിക് ഐസിഎൽ ആയതുകൊണ്ട് തന്നെ അവര് ഡോക്ടർ ഒരു എയർ ബബിൾ അതിനകത്ത് ഇട്ടിട്ടാണ്, അതായത് ഇത് ഈ ലെൻസ് മൂവ് ആവാതിരിക്കാനായിട്ട് ഒരു എയർ ബബിൾ ഇട്ടിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വിഷൻ ബ്ലറി ആയിരുന്നു, നല്ല ബ്ലറി ആയിരുന്നു. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഡോക്ടറിനായിട്ട് കൺസൾട്ടേഷൻ ഉണ്ടാവും സർജറി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലറിയാണ് വിഷൻ എന്നുള്ളത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതേപോലെ എയർ ബബിൾ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് കാഴ്ച പിന്നെ ഈ ഒരു 1 വീക്കിൽ അങ്ങനെ കവറായിട്ട് വരികയാണ് ചെയ്യാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 1 വീക്ക് സമയമെടുത്ത് ആ ഒരു സമയം കൊണ്ട് തന്നെ വിഷൻ പതുക്കെ പതുക്കെ ക്ലിയർ ആയി കംപ്ലീറ്റ്ലി വിഷൻ തിരിച്ചു കിട്ടിയ രീതിയിൽ വന്നു. ഈ ബ്ലറിനെസ് കംപ്ലീറ്റ്ലി പോയി. അപ്പൊ അതിനുശേഷവും ഫ്രീക്വന്റ് ആയിട്ട് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ഐ ഡ്രോപ്സ് മാത്രമാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. വേദന തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നല്ല വേദന തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡോളോ കഴിക്കാനായിട്ട് എഴുതി തന്നിരുന്നു. അപ്പോൾ ബേസിക്കലി ഒരു സർജറിയാണ്, നമ്മൾ എത്രയാണെന്നുണ്ടെങ്കിലും ഒരു സർജറി ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ 2 കണ്ണും ഒരുമിച്ച് ചെയ്യാത്തത്. ഇത് ചെയ്തതിന് ശേഷം ഇങ്ങനെ ലൈറ്റ് തട്ടുമ്പോഴുള്ളൊരു ലൈറ്റ് സെൻസിറ്റിവിറ്റീൻ്റെ പ്രശ്നം ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഇവഞ്ച്വലി അങ്ങനെ പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ 2 കണ്ണിന്റെയും സർജറി ചെയ്തതിന് ശേഷം വീണ്ടും അവർ ഐ ചെക്കപ്പ് ചെയ്യും. ആദ്യത്തെ കണ്ണിന്റെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും അവർ ആ കണ്ണിന്റെ ഒരു ചെക്കപ്പ് ചെയ്യും. അപ്പോഴും നമുക്ക് നമ്മുടെ വിഷന്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെ കൊണ്ട് അത് ലെറ്റേഴ്സ് ഒക്കെ വായിപ്പിക്കും. ആ ലൈൻ ബൈ ലൈൻ അതിന്റെ ചെക്കപ്പ് ഉണ്ടല്ലോ, അത് ചെയ്യും. അപ്പൊ നമ്മുടെ വിഷൻ ട്രൂലി 21/20 വിഷൻ കിട്ടിയോ എന്നുള്ളത് അവർ നോക്കും. അപ്പൊ ഇനി ഞാൻ ഇതിന്റെ ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സർജറിക്ക് ശേഷം എനിക്ക് ഏറ്റവും ചെറിയ ലെറ്റേഴ്സ് വരെ വായിക്കാൻ പറ്റും, അത്രയ്ക്ക് പെർഫെക്റ്റ് വിഷൻ. അതാണ് 20/20 വിഷൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പം പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിട്ടുള്ള ഒരു സമയം ഓർത്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതാണ് 21, ഈ ആളുകളൊക്കെ പറയുന്ന 20/20 വിഷൻ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ഈ സർജറി ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ കണ്ണിന്റെ ചെക്കപ്പ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ലാസ്റ്റ് ലൈന് ഇത്രേ വായിക്കാൻ പറ്റുന്നുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇതാണ് മാക്സിമം എന്ന് പറയുന്നത്.
അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് പറഞ്ഞു അവര്. അപ്പൊ ആ ഒരു സംഗതി മാത്രം എനിക്കൊരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റീന്റെ ഒരു ചെക്കിങ്ങില് ഇതായിട്ട് തോന്നി. പിന്നെ ഇതിനെല്ലാം പുറമെ ICL ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാണ് ഹാലോസ് കാണുക എന്നുള്ളത്. അതായത് നമ്മൾ ലൈറ്റ് ഫേസ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ഇങ്ങനെ ഒരു വട്ടത്തില് ഒരു ലൈറ്റിന്റെ വെട്ടം ഇങ്ങനെ വട്ടത്തിൽ കാണാനായിട്ട് പറ്റും. ഇപ്പോഴും എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. അത് ഇവഞ്ച്വലി നമ്മൾ അഡാപ്റ്റ് ചെയ്യാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇവഞ്ച്വലി അത് അഡാപ്റ്റ് ആയി പോയി. ഇപ്പൊ 6 മന്ത്സിന് ശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ രാത്രി നിൽക്കുന്ന സമയത്താണ് ഇത് കാര്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പൊ ഞാൻ ഗ്ലാസ് വെക്കുകയാണ് ചെയ്യുക. കൂളിംഗ് ഗ്ലാസ് വെക്കും, ഷെയ്ഡ്സ് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനെ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഡോക്ടറും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കോൺ എന്ന് പറയുന്നത് ഇതായിരുന്നു ഹാലോസ് എന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളങ്ങ് അഡോപ്റ്റ് ആവുകയാണ് ചെയ്യുക. അതാണ് ഇതിന്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. സോഫാർ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിന്റെ കോസ്റ്റും ഇൻഷുറൻസും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് വന്നിട്ടുള്ള എക്സാക്ട് കോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ലെഫ്റ്റ് ഐന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോറിക് ICL ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് വന്നിട്ടുള്ളത് 85,000 റുപ്പീസ് ആണ്. അതുപോലെ റൈറ്റ് ഐക്ക് സാധാരണ ICL ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വന്നിട്ടുള്ളത് 80,000 റുപ്പീസ് ആണ്. അപ്പൊ ഇനി ഇതിന് പുറമെ ആയിട്ട് 2,000 രൂപയുടെ അടുത്ത് നമുക്ക് മെഡിസിൻസിന്റെ കോസ്റ്റ് വരും. അതായത് നമ്മൾ പോസ്റ്റ് സർജറി നമുക്ക് ചെയ്യാനുള്ള ഡ്രോപ്സ് ഇട്ടിക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെയുള്ള മെഡിസിൻസിന്റെ ചാർജ് ആയിട്ട് 2,000 രൂപ കൂടെ നമ്മൾ കാണണം. അപ്പൊ ഇതാണ് ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് വരുന്നത്. പിന്നെ എനിക്ക് ഇതിലൊരു അഡ്വാൻറ്റേജ് കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന് കമ്പനി ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കോസ്മെറ്റിക് സർജറി എന്നുള്ളതാണല്ലോ ഇതിലും പറയാ. അതായത് കണ്ണാട റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയ്ക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അതങ്ങനെ കമ്പനീസ് ഒന്നും ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കാറില്ല. അപ്പൊ ഇവിടെ ഇവരുടെ കമ്പനിയിൽ ഇൻഷുറൻസിന് ഡിപ്പെൻഡന്റിന് 5 എബോവ് പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ലേസിക്ക് മാത്രം അവർ കവർ ചെയ്യും എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇൻഷുറൻസിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട്, അതായത് ഇന്ന പോലെയാണെന്നുള്ള വിവരം നമുക്ക് അറിയുന്നതുകൊണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി, അതായത് മറ്റുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ലേസിക്കിന് ഇതേ റേഞ്ചിലൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട്. ഇതിനും എബോവ് ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ ആ ഒരു റേറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്കിത് കിട്ടി എന്തോ ഭാഗ്യത്തിന്. ഇനി അത് കിട്ടില്ല എന്നുണ്ടെങ്കിലും, അതായത് ഇൻഷുറൻസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല നമ്മളിത് ചെയ്തത്. നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഇത് ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാലും കിട്ടിയില്ലെങ്കിലും നമ്മളിത് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓരോ കണ്ണിന്റെ സർജറി ചെയ്യുന്ന സമയത്തും നമ്മൾ ഇൻഷുറൻസിന് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് ഇൻഫർമേഷൻ പോയിട്ട് വരുന്ന സമയത്ത് അത് അവർ അക്സെപ്റ്റ് ചെയ്തു ഭാഗ്യത്തിന്. അതുകൊണ്ട് എനിക്ക് രണ്ട് കണ്ണിന്റെയും ട്രീറ്റ്മെന്റ് ഇതേ ചെലവിൽ തന്നെ ഇൻഷുറൻസിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അത് ഫുള്ളും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റി എമൗണ്ട്. പിന്നെ ജസ്റ്റ് ഇതിന്റെ മെഡിസിൻസിന്റെ ചാർജ് മാത്രമാണ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ലൈഫ് ആഫ്റ്റർ ICL പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം എങ്ങനെ ഇമ്പ്രൂവ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണാട തപ്പിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ, അതായത് കാഴ്ചക്കുറവുള്ളവരുടെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാനും എൻ്റെ സർജറി ചെയ്തതിന് ശേഷം ഔട്ട് ഓഫ് ഹാബിറ്റ് നമ്മുടെ ഫസ്റ്റ് ഒക്കെ ഉള്ള ദിവസങ്ങളിൽ കണ്ണാട തപ്പുമായിരുന്നു. പിന്നെയാണ് നമുക്ക് ആ ഒരു ഫ്രീഡം നമുക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണാട ഇനി ആവശ്യമില്ല എന്നുള്ളത്. അതുപോലെ തന്നെ പ്രേയറിന്റെ സമയത്ത്, അതായത് വുളു എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കണ്ണാട ഊരി വെക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഊരി വെക്കുന്ന ആക്ഷൻ എനിക്ക് 2 ദിവസം 3 ദിവസമൊക്കെ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുമായിരുന്നു. അപ്പോൾ ഇവഞ്ച്വലി നമ്മുടെ ബ്രെയിൻ അതിനോട് അക്സെപ്റ്റ് ആയി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ICL എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഞാനിത് റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന പോലെയുള്ള ഡിസ്കംഫേർട്ടും ഇന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട് ICL ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനേക്കാളെല്ലാം വേർത്താണ് നമുക്ക് കണ്ണാടയില്ലാതെ കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ ലോകം അങ്ങനെ കാണാന്നുള്ളത്. അപ്പോൾ സോ ഫാർ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് യു ടു ഗോ ഫോർ ദിസ്.
പിന്നെ എപ്പോഴും ചെയ്യുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം. പിന്നെ വല്ലാതെ ഓവർ ആങ്ഷ്യസ് ആവാതിരിക്കുക ഈ ഒരു സർജറി നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ആഫ്റ്റർ കെയറും പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.